ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്മന്നിരിപ്പിൻ്റെ കഥ കേൾക്കണ്ടേ. അങ്ങനെ സുധി നീലിമയുടെ കസ്റ്റഡിയിലാണ്. സുധിയെ നീലിമയുടെ കൊട്ടേഷൻ ടീം തട്ടിക്കൊണ്ട് വന്നേക്കാണ്. എന്നിട്ട് സുധി നീലിമയെ കാണുമ്പോൾ ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്നെ തട്ടിക്കൊണ്ടുവന്നത്, എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്കറിയില്ലേ, നീ എന്നെ ചതിച്ചോനല്ലേ, ഞാനാണോ നിന്നെ ചതിച്ചത്, നീയല്ല എന്നെ ചതിച്ചത് ചോദിക്കുകയാണ് സുധി. നീയല്ല എന്നെ ചതിച്ച് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 50 ലക്ഷം രൂപ കൊണ്ട് കടന്നു കളഞ്ഞത്. ഞാൻ ഒരിക്കലും നിന്നെ ചതിച്ചിട്ടില്ല നീലിമ, നീയാണ് എന്നെ ചതിച്ചത് എന്ന് പറയാണ്. നീ വലിയ വർത്തമാനമൊന്നും പറയണ്ട, നീ സ്വന്തം വീട്ടുകാരെ പോലും ചതിച്ചിട്ടല്ലേ 50 ലക്ഷം രൂപ കൊണ്ട് നീ കടന്നത്. സ്വന്തം വീട്ടുകാരെ ചതിക്കുന്ന നിനക്ക് എന്നെ ചതിക്കാനാണോ പ്രയാസം? നീ കാരണം എനിക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായെന്നറിയാം എൻ്റെ ജീവിതത്തിൽ. നിൻ്റെ കൂടെ ഒരു ഭാര്യയെപ്പോലെ ജീവിച്ചവളല്ലേ ഞാൻ, എന്നിട്ടും എനിക്ക് അത് കാരണം കൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് നിനക്കറിയോ? നീ അതൊക്കെ അറിയാൻ പോകുന്നേ ഉള്ളൂ. നീ എന്നിട്ട് നീയും നിൻ്റെ ഭാര്യയും കൂടിയിട്ട് എന്നെ പറ്റിച്ചിട്ട് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് എന്നെ പറ്റിച്ചിട്ട് എൻ്റെ നിന്ന് 50 ലക്ഷം രൂപ മേടിച്ചു. എൻ്റെ എത്ര വലിയ നടക്കാതെ പോയതെന്നറിയോ? ഈ 50 ലക്ഷം രൂപ നിങ്ങളൊക്കെ തന്ന കാരണം കൊണ്ട് എനിക്ക് എന്തായാലും 50 ലക്ഷം രൂപ ഞാൻ തിരിച്ചെടുത്തേ ഇരിക്കും. അത് ഞാൻ തീരുമാനിച്ചിട്ടായിരിക്കണം. നിനക്ക് നിൻ്റെ മുമ്പിൽ 2 വഴികളുണ്ട്. അതായത് ഒന്ന്, നീ 50 ലക്ഷം രൂപ എനിക്ക് തന്നിട്ട് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നിൻ്റെ ടൗണിലുള്ള ചന്ദ്ര ഹോം അപ്ലയൻസസ് എന്ന ഷോറൂം എൻ്റെ പേരിൽ എഴുതി തരാം. ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ സുധി പറയണം, നടക്കില്ല, നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല എന്ന് പറയാണ്. അത് നോക്കാമല്ലോ നടക്കോ നടക്കില്ല, നിന്നെക്കാട്ടിലും കൂടുതൽ സാമർത്ഥ്യമുള്ള ഒരുത്തിയുണ്ടല്ലോ നിൻ്റെ കൂടെ, ഞാൻ നോക്കട്ടെ അവളുടെ എത്രയും പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി അവൾ എന്താ ചെയ്യണമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് നീലിമ സുധീനെ ബ്ലാക്ക്മെയിൽ ചെയ്യണം. അപ്പോൾ സുധി പറയാണ് നീലിമോട്, നിനക്കെന്തിന് ഞങ്ങൾ പൈസ തരണം, എൻ്റെ പൈസയല്ലേ നീ എടുത്തിട്ട് പോയത്, നിൻ്റെ പൈസ നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നീലിമ തോക്കെടുത്ത് സുധിയുടെ നെറ്റിയിലേക്ക് വെക്കുകയാണ്. നീ വല്ലാതെ കളിച്ച നിൻ്റെ ശവം ഇവിടെ കിടക്കും, നിൻ്റെ ഭാര്യയ്ക്ക് പിന്നെ നിൻ്റെ ശവം കൂടി കാണാൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീലിമ അങ്ങനെ തോക്കെടുത്തിട്ട് സുധിയുടെ നെറ്റിയിൽ വെച്ചിട്ട് സുധീനെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ സുധി വിചാരിക്കും സുധീനെ കൊല്ലും എന്നൊക്കെയാണ് വിചാരിച്ചേക്കണത്. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ രേവതി എന്തോ ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അച്ഛമ്മ വന്നിട്ട് പറയും, മോളെ നിന്നോട് റെസ്റ്റ് എടുക്കാൻ പറ്റും, നീ എന്താ ഇരുന്ന് ഇരിപ്പിൽ ചെയ്യണം ചോദിക്കുമ്പോൾ, അച്ഛമ്മയെ ശ്രുതി എല്ലാ പണിയും ഒറ്റയ്ക്കല്ലേ ചെയ്യണം, എന്നെ കൊണ്ട് പറ്റാവുന്നത് ശ്രുതിക്ക് സഹായിക്കാമല്ലോ അച്ഛമ്മയെന്ന് പറയണം. നീ അല്ലെങ്കിലേ ഓടിച്ചാടി പണിയെടുത്തിരുന്നവളാ, കുറച്ച് ദിവസം റെസ്റ്റ് കിട്ടുമ്പോൾ നിനക്ക് ഇരുന്നിട്ട് അവിടെ റെസ്റ്റ് എടുത്തൂടെ, നീ എത്ര പറഞ്ഞാലും കേൾക്കില്ലല്ലേ, നീ പറഞ്ഞ അനുസരിക്കില്ലല്ലോ ചോദിക്കണം. അപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് പറയണം, രേവതി അങ്ങനെ അമ്മേ, എന്ത് നമ്മൾ പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ രവി നീയാണ് ഈ വീട്ടിലത്തെ കാര്യങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത്, 3 മക്കൾക്ക് പണികൾ വേർതിരിച്ചു കൊടുക്കണം, എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, ഞാൻ തിരിച്ചു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അമ്മേ, രേവതി മോൾ സമ്മതിക്കില്ല, രേവതി മോൾ എല്ലാ ജോലിയും എടുത്തു നടത്തും, രേവതി മോൾക്ക് ആരും പണിയൊന്നും ഇഷ്ടമല്ല, എല്ലാ ഉത്തരവാദിത്വം രേവതി മോളാണ് തലയിൽ വെച്ചിരിക്കണത്, അതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ആ സമയത്ത് സച്ചി കയറി വരുമ്പോൾ സച്ചി പറയാണ്, ഗജാനന്ദനല്ല രേവതിയുടെ ആക്സിഡൻറ്റിന് പിന്നിൽ പറയുമ്പോൾ, അതെങ്ങനെ നീ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ സച്ചി കിടന്ന് ഉരുളാണ്. അപ്പോൾ രേവതി ചോദിക്കും, സച്ചിയുടെ ഇപ്പോൾ എവിടേക്കാണ് പോയി, സത്യം പറഞ്ഞോ എന്ന് പറയും, ഞാൻ ഗജാനന്ദനെ കാണാനാണ് പോയത്, അവനല്ല ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി ചോദിക്കുമ്പോൾ, ഞാൻ അവനെ നാളെണ്ണം പൊട്ടിച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവളുള്ള സത്യം തുറന്ന് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, നിന്നോടാരാ അവനെ പോയി അടിക്കാൻ പറഞ്ഞത് പറയുമ്പോൾ, പിന്നെ അല്ലാണ്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി പറഞ്ഞത് അച്ഛാ, അവരത് മൈൻഡ് ചെയ്തില്ല, അവരത് ശ്രദ്ധിച്ചില്ല, എൻ്റെ വാക്കുകൾക്ക് വില തന്നില്ല, അത് കാരണം കൊണ്ട് ഞാൻ തന്നെ ഡയറക്റ്റ് അവനെ കാണാൻ പോയി, അവനെ പിടിച്ച് സ്റ്റേഷനിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാണാൻ പോയതെന്ന് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, ശരി അവനല്ല എന്നുണ്ടെങ്കിൽ നീ അവനോട് സോറി പറഞ്ഞു ചോദിക്കുമ്പോൾ, പിന്നെ എന്തിന് ഞാൻ സോറി പറയണം, അവൻ കാരണം എന്തോരം ഞാൻ അനുഭവിച്ചിട്ട് ഇനി ഞാൻ അവന് സോറി പറയണോ, എൻ്റെ പട്ടി പറയാം അവനോട് സോറി എന്നൊക്കെ പറയണം സച്ചി. അപ്പോൾ ഗജാനന്ദൻ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും ഈ ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ ചോദിക്കാനാവോ, അത് കണ്ടുപിടിക്കണം വെച്ചാൽ അത് കണ്ടുപിടിച്ചേ പറ്റുമെന്ന് പറയാണ് സച്ചി. അത് കഴിഞ്ഞിട്ട് ശ്രുതി മീരയെ കാണാൻ പോയിട്ടുണ്ട്. ശ്രുതി മീരയെ കാണാൻ പോയിട്ട് കരയുമ്പോൾ മീര പറയും, എന്തിനാ ശ്രുതി ഇങ്ങനെ കരയാതിരിക്കുക പറയുമ്പോൾ, ശ്രുതി എൻ്റെ ജീവനാണ്, ശ്രുതിക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മീര, ശ്രുതിനെ ഞാൻ അത്രയും സ്നേഹിക്കുന്നുണ്ട്, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കരയാണ്. അപ്പം മീര ചോദിക്കുന്നത്, എത്രയോ സന്ദർഭങ്ങളിൽ, ഇതിലും എത്രയോ വലിയ സന്ദർഭങ്ങളിൽ ബോൾഡായിട്ട് നിന്നിട്ട് നീ പരിഹരിച്ചിട്ടുള്ള ആളാ, പിന്നെ എന്തിനാ നീ ഇപ്പോൾ ഈ ഒരു നിസ്സാര കാര്യമോ ഇത് നിസ്സാര കാര്യമാണോ മീര ചോദിക്കും. അല്ല, എന്നാലും നീ ഈ സമയത്ത് ഇങ്ങനെ തളർന്നു പോയത് ശ്രുതി, എല്ലാ കാര്യത്തിലും ബോൾഡായിട്ട് നിൽക്കണം എൻ്റെ ശ്രുതി തന്നെയാണോ അങ്ങനെ നിന്ന് കരയണമെന്നൊക്കെ ചോദിക്കുകയാണ് മീര.
അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയണില്ല മീര. അവളുടെ ലക്ഷ്യം ക്യാഷായിരിക്കും. പക്ഷേ അപ്പോൾ മീര പറയും, നീ ഒരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുക. അവിടെ വെച്ചിട്ട് ഒത്തുതീർപ്പാക്കി ഒപ്പിട്ട് തന്നതല്ലേ, പിന്നെ ഇനി നിങ്ങളുടെ പേരിലൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് അവർ പറഞ്ഞതല്ലേ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഞാനത് ചിന്തിക്കാകില്ല. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാനും പറ്റില്ല മീര. കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അച്ഛൻ്റെ പൈസ എടുത്തിട്ട് ഞങ്ങൾ ഷോറൂം തുടങ്ങിയതെന്ന് വീട്ടിലെല്ലാവരും അറിയാതെ പിന്നെ വീണ്ടും വേറെ പ്രശ്നമാവില്ലേ എന്ന് പറയണം. ഈ സമയത്ത് ശ്രുതിക്കൊരു കോള് വരികയാണ്. കോള് വരുമ്പോൾ മീര ഒരു കോള് വരുന്നുണ്ട്, പരിചയമില്ലാത്ത നമ്പറാണല്ലോ പറയുമ്പോൾ മീര പറയും, നീ അത് എടുക്കുക, ചിലപ്പോൾ നീലിമയുടെ കോളായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയും, ഞാൻ നീലിമേനെ ശ്രുതിനെയൊക്കെ മാറി മാറി വിളിച്ചതാണ്, രണ്ടുപേരുടെ ഫോൺ സ്വിച്ച് ഓഫാന്ന് പറയാം, എന്തായാലും നീ എടുത്ത് നോക്കുകയെന്ന് പറയാണ്. അങ്ങനെ ശ്രുതി ഫോൺ എടുക്കുമ്പോൾ അത് വേറെ ആരെയല്ല, നീലിമ തന്നെയാണ്. അപ്പോൾ നീലിമ ശ്രുതിയോട് പറയാണ്, നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കേണ്ട, നിനക്ക് നല്ലത് പറഞ്ഞ് നിങ്ങൾ ശ്രുതിനൊന്നും ചെയ്യരുത്, എന്താ നിങ്ങളുടെ ഡിമാൻഡ് ചോദിക്കുകയാണ്. അപ്പോൾ പറയണം, ഒന്നെങ്കിൽ 50 ലക്ഷം രൂപ എനിക്ക് നീ നിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തരണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചന്ദ്ര ഹോം അപ്ലയൻസസ് ഇല്ല ആ ഷോറൂം എൻ്റെ പേരിൽ എഴുതി തരണം എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയും, നീ വിചാരിക്കണ പോലെയൊന്നല്ല നീലിമ, 50 ലക്ഷം രൂപ അച്ഛൻ്റെ അടുത്ത് നിന്ന് മേടിക്കേണ്ടതൊന്നും നടക്കുന്ന പരിപാടിയല്ല. കാരണം അച്ഛൻ ഇപ്പോൾ ജയിലിലാണുള്ളത്, പിന്നെ എങ്ങനെ അച്ഛൻ 50 ലക്ഷം എനിക്ക് തരും എന്ന് ചോദിക്കുകയാണ്. വേണ്ട, 50 ലക്ഷം നിനക്ക് തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം, നിൻ്റെ ഭർത്താവിൻ്റെ ജീവൻ അങ്ങോട്ട് പറഞ്ഞോ, നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടല്ലേ, നീ ഓവർ സ്മാർട്ട് കളിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടല്ലേ എൻ്റെ അടുത്ത് 50 ലക്ഷം രൂപ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മേടിച്ച്. അന്ന് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള എൻ്റെ പ്രോപ്പർട്ടിയാണ് എനിക്ക് നഷ്ടമായത്. എന്തായാലും നീലിമ തോറ്റ് പിന്മാറുന്ന ആരും വിചാരിക്കേണ്ട, ഞാൻ എന്തായാലും എൻ്റെ പൈസ മേടിച്ച് ഞാൻ അടങ്ങും. ഒന്നെങ്കിൽ ഒരു കാഞ്ചി 50 ലക്ഷം രൂപ എനിക്ക് എത്തിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം എൻ്റെ പേരിലാക്കി തരാം. അതൊന്നും നടക്കണ കാര്യമല്ല നീലിമ, അതിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട് പറയാണ് ശ്രുതി. നീ അങ്ങനെ വലിയ ന്യായങ്ങളൊന്നും പറയണ്ട. നീ വിചാരിക്കും നിൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേറെ ഏതെങ്കിലും കള്ളത്തരം ഉണ്ടാക്കാമെന്ന്. ഒന്നും നടക്കില്ല, നിനക്ക് കാണണം നിൻ്റെ ഭർത്താവ് ഇവിടെ എങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് പറഞ്ഞിട്ട് ശ്രുതിനെ ഗുണ്ടകളെ കൊണ്ട് തെളിക്കുമ്പോൾ ശ്രുതി കരയണ കരച്ചിൽ ശ്രുതി കേൾക്കണം. ശ്രുതി പറയണ, ശ്രുതി എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ശ്രുതി, ഇവരുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്, ഇവരെന്നെ കൊല്ലില്ലെങ്കിൽ എനിക്ക് ജീവനോടുകൂടി ഇവിടുന്ന് വരാൻ പറ്റില്ല, ഇവരെന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കരയാണ് കേൾക്കുമ്പോൾ ശ്രുതി പറയാണ് എന്താ ചെയ്യുക നീലിമ, നീ ശ്രുതി ഒന്നും ചെയ്യരുതെന്നൊക്കെ പറയണം. എന്തായാലും ഇന്ന് രാത്രി 12 മണി വരെ നിനക്ക് ഞാൻ സമയം തരാം, അതിനുള്ളിൽ എന്താണെന്ന് വെച്ചാൽ നീ ആലോചിച്ചിട്ട് തീരുമാനിക്കുക എന്ന് പറയാണ് നീലിമ ശ്രുതിയോട്. പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം. അപ്പോൾ ശ്രുതി മീരയോട് പറയണം, എന്ത് ചെയ്യും മീര, ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് എന്താ ഒരു മാർഗ്ഗമുള്ളത് രക്ഷപ്പെടാമെന്നൊരു മാർഗ്ഗം എന്ന് ചോദിക്കുമ്പോൾ മീര പറയണം, നീ ഒരു കാര്യം ചെയ്യുക, സച്ചിയോട് വിവരങ്ങൾ തുറന്ന് പറഞ്ഞു, സച്ചിക്ക് അറിയാലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം സച്ചിക്ക് അറിയാൻ പറയുമ്പോൾ ശ്രുതി പറയും, ഞാനത് വിചാരിക്കുകയല്ല, പക്ഷേ സച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയൊരു പ്രശ്നം വരുന്നുണ്ട് നീലിമ. കാരണം അപ്പം ഞങ്ങൾ 50 ലക്ഷം രൂപ അച്ഛൻ്റെ അടുത്തുനിന്ന് സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ അതിലും ഏറ്റവും വലിയ പ്രശ്നമാവും, പിന്നെ അത് ഞങ്ങൾ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും, അത് ഏറ്റവും വലിയ ഇഷ്യൂ ആവും എന്നൊക്കെ പറയണം. അപ്പോൾ മീന ചോക്കി പിന്നെ എന്താ ചെയ്യാന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് നീലിമ വീണ്ടും ശ്രുതിയോട് പറയാണ്, അവളെ നിൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവളല്ലേ സാമർത്ഥ്യക്കാരി, അവളല്ലേ എൻ്റെ കയ്യിൽ നിന്ന് കാശ് വരിക്ക് എത്ര ശുഷ്കാന്തി കാണിച്ച്, നോക്കട്ടെ അവൾ പൈസയും കൊണ്ട് വരുമെന്ന്. ഇല്ല എന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങില്ല, നിൻ്റെ ശവം മാത്രമേ നിൻ്റെ ബന്ധുക്കൾ കാണൂ, അത്ര സാമർത്ഥ്യം കൊണ്ടല്ലേ നിങ്ങൾ രണ്ടുപേരും എൻ്റെ പൈസ അടിച്ചെടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ വല്ലാതെ ഭീഷണിപ്പെടുത്താണ് നീലിമ. അപ്പോൾ ശ്രുതി നീലിമയുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലൈമാക്സ് അങ്ങനെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്